ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു സ്വാതന്ത്ര്യം കാലാവസ്ഥകളും നോക്കാം. ഛത്തീസ്ഗഡിന് മുകളിലായി ന്യൂനമർദ്ദം. ഇത് കഴിഞ്ഞ ദിവസം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിരുന്നു. ഇതിന് സ്വാധീനത്തിൽ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. എന്നാൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ബാക്കി 11 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. അതേസമയം നാളെ 3 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. നാളെ വടക്കൻ ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടാണ്. ബാക്കി പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടാണ്. അതേസമയം 1-ാം തീയതിയോടെ തെക്കൻ കേരളത്തിലോട്ട് അതിശക്തമായ മഴ എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. 1-ാം തീയതി 7 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് 1-ാം തീയതി ഓറഞ്ച് അലർട്ടുള്ളത്. 2-ാം തീയതിയും ചില ജില്ലകളിൽ ഗ്രീൻ അലർട്ട് ഉണ്ടെങ്കിലും മഴ മുന്നറിയിപ്പിൽ മാറ്റം വരാം. അതേസമയം മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും ഇന്നും വരും ദിവസങ്ങളിലും മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതേസമയം അടുത്ത ഒരാഴ്ച അതിശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യത. വിവിധ ജില്ലകളിൽ രാത്രിയുടെ മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് അറിയിക്കുന്നത്. നന്ദി.